ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സ്വർണ്ണവില. ചരിത്രത്തിൽ ആദ്യമായി വില 1 ലക്ഷം രൂപ കടന്നു. 1 പവൻ സ്വർണത്തിന് 1,16,000 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 12,700 രൂപയും. സ്വർണത്തിന് ലക്ഷങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. പഴയ നിരക്കെല്ലാം തന്നെ മാറി. ഞാനിപ്പോൾ നിൽക്കുന്നത് MG റോഡിലെ, തിരുവനന്തപുരത്ത് MG റോഡിലെ ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. അങ്ങനെ 1 ലക്ഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ 1 ലക്ഷം ഏതായാലും സ്വർണത്തിന്റെ വില കടന്നിരിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കായ ഫെഡറൽ റിസർവ് അവരുടെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് കൊണ്ടുണ്ടായ ഒരു മാറ്റം തന്നെയാണ് സ്വർണ്ണ വിലയിൽ വന്ന ഈ വർധനവ്. സാധാരണക്കാരെയും ബാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആരും മാറ്റിവെക്കുന്നില്ല. ഉള്ള ആഭരണങ്ങൾ മാറ്റി പുതിയതിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അത്ര വലിയൊരു ബഹളോ തിരക്കുകളോ മാർക്കറ്റിലില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ തീരെ മാർക്കറ്റ് ഡള്ളായിട്ടൊന്നുമില്ല. ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്നോളം ഞാൻ ഇടയ്ക്ക് ഫണ്ട് വരുമ്പോൾ ഇങ്ങനെ വന്ന് വാങ്ങാറുണ്ട്. വില കൂടിയൊന്നും ഒരു പ്രശ്നമല്ല, ഒരു നിക്ഷേപം എന്ന രീതിയിലാണ് ഞാൻ നോക്കുന്നത്. പറയുന്ന പ്രഡിക്ഷൻസ് വെച്ചിട്ട് ഏകദേശം ഒരു 1.10, 1.12 സ്വർണ്ണവില എത്തും സമീപ ദിവസങ്ങളിൽ എന്ന് പറയുന്നു. ഇന്ന് രാവിലെയാണ് ഇത്ര റേറ്റ് കൂടിയതായിട്ട് അറിഞ്ഞത്. ഏറ്റവും ഇങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒന്നും തന്നെ ഇല്ലാണ്ടായിപ്പോവും. അവർക്ക് കല്യാണത്തിനാണെങ്കിലും ഒന്നും വെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും. നല്ല ബുദ്ധിമുട്ടായിരിക്കും. സ്വർണം നമ്മൾ വേണ്ട, എത്രത്തോളം വേണ്ട എന്ന് പറഞ്ഞാലും ഇന്നും ഈ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം തന്നെയാണ് പലരും സമാനമായി ഉൾപ്പെടെ കൊടുക്കുന്നത്. ഭാവിയിൽ ഇനി സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കുമോ? നിങ്ങൾക്ക് വേണ്ടാന്ന് ഉപയോഗിക്കുമോ? കുറക്കാണ് നല്ലത്. പൊതുവെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏതെങ്കിലും തരത്തിൽ കുറയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? കുറയും എന്നുള്ള പ്രതീക്ഷ കൂടിക്കൊണ്ടല്ലേ ഇരിക്കണ. കല്യാണം സ്വർണ്ണമില്ലാണ്ട് നടത്താനായിട്ടുള്ള ഒരു ഇതിലോട്ട് എത്തിയല്ല. ആ ഒരു സാഹചര്യം വരേണ്ടതാണ്. നമ്മളിങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ സ്വർണത്തിന്റെ വിലയുടെ ഒരു പോക്ക് കണ്ടിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ 1 ലക്ഷം കടക്കോലോ എന്ന്. അതെന്തായാലും സംഭവിച്ചിരിക്കുന്നു. 1 ലക്ഷം കടന്നിരിക്കുന്നു. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങൾ വാങ്ങുന്നത് കുറവാണ്. ഗോൾഡ് ബാർ, കോയിൻസ് അങ്ങനത്തെ സംഗതികളാണ് വാങ്ങുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ വിൽപ്പനയ്ക്ക് വരുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഈ പെൺകുട്ടികൾക്ക് സ്വർണം, സ്ത്രീധനം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തില്ല, പെൺകുട്ടികളെ കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ ആണ് കൂടുതൽ സ്വർണം വാങ്ങുന്നത്. ഈ പെൺകുട്ടികൾക്ക് മഹറായി കൊടുക്കാനും ഫാമിലി ചിലപ്പോൾ ഒരു 25 പവനോ 50 പവനോ അങ്ങനെയൊക്കെ ബൾക്കായിട്ട് എടുത്തിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറഞ്ഞിട്ടില്ലേ? അതിന്റെ ഒരു ഹൈ പാർട്ടീസ് എന്തായാലും അതേ ബഡ്ജറ്റ് കണ്ടു വെച്ചിട്ടുണ്ടാവും. അവർക്ക് കുറവ് വരില്ല. ബാക്കിയുള്ള ഒരു എവറേജ് പാർട്ടീസിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ വിലക്കയറ്റം ഇനിയും ഇത് തുടരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇത് വാങ്ങാൻ ആളുള്ള കാലത്തോളം ഇത് കൂടും. ഇനി ഏതായാലും ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ വിശകലനങ്ങളിൽ നിന്നും വരും ദിവസങ്ങളിൽ നിന്നുമെല്ലാം അറിയേണ്ടതുമാണ്.